ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا تقم فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുകയും ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിന്റെ ഇഷ്ടത്തിലും തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന പ്രമേയങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം അള്ളാഹുവിലേക്ക് സാമീപ്യമുണ്ടാക്കിയെടുക്കാനുള്ള അള്ളാഹുവിന്റെ ഇഷ്ടവും സ്നേഹവും പൊരുത്തവും ഒക്കെ വിശ്വാസികൾക്ക് നേടിയെടുക്കാൻ സഹായകരമാകുന്ന രണ്ട് ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറ 226 ആയത്ത്, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു അത്തവ്വാബീൻ പാവങ്ങളാകുന്ന അഴുക്കുകളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുകയും ആന്തരികമായ ശുദ്ധി കരസ്ഥമാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അതേ നിലയിൽ വൽ മുതതഹ്ഹിരീൻ ശുദ്ധിയുള്ളവരെയും വൃത്തിയുള്ളവരെയും വൃത്തിയായി ജീവിക്കുന്നവരെയും അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇതേ നിലയിൽ സൂറത്ത് തൗബയിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട പ്രഥമമായ മസ്ജിദ് ഖുബായിൽ ഫീഹി റിജാലുൻ, അവിടെയും കുറച്ച് ആളുകളുണ്ട്, യുഹിബ്ബൂന അൻ യതതഹറു അവരും ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു, വൃത്തിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ അൻസാറുകളായ ആ സ്വഹാബത്തിനെയും അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അല്ലാഹുവിന് അവരോട് വലിയ സ്നേഹമാണ്, അടുപ്പമാണ്. ലോകത്ത് ഒരുപാട് വിശ്വാസ സംഹിതകളുണ്ട്, ഒരുപാട് ആശയ ആദർശങ്ങൾ മുൻകാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഈ വിശ്വാസ സംഹിതകളെയും ആശയ ആദർശങ്ങളെയും ഒക്കെ നമ്മളൊന്ന് നല്ല നിലയിൽ പഠിക്കുമ്പോൾ പരിശുദ്ധമായ ശരീഅത്ത് ഇസ്ലാം വൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ, ശുദ്ധിയായി ജീവിക്കാൻ കൽപ്പിക്കുന്നത് പോലെ മറ്റൊരു മതമോ വിശ്വാസ സംഹിതയോ ആശയ ആദർശമോ വൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വെറുതെ വൃത്തിയായി ജീവിക്കാൻ, ശുദ്ധി കരസ്ഥമാക്കാൻ, അല്ലെങ്കിൽ ഒരു വിശ്വാസി ഒരു മനുഷ്യൻ പാലിക്കേണ്ട ശുദ്ധിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമല്ല, മറിച്ച് വൃത്തിയെയും വിശ്വാസത്തെയും ഈമാനുമായി പരിശുദ്ധമായ ദീൻ പരസ്പരം ബന്ധിപ്പിക്കുകയാണ്. വൃത്തിയോടുകൂടി ജീവിക്കാൻ എന്തൊക്കെ കൽപ്പനകളാണ് വരുന്നത്, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്, അതനുസരിച്ച് ജീവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ശാരീരികമായ ശുദ്ധി ലഭിക്കുന്നതിനോടൊപ്പം ആന്തരികമായ ഒരു സുഖവും ഒരു നല്ല അവസ്ഥയും നിങ്ങൾക്കുണ്ടാകുന്നു. അതിന് നിങ്ങൾക്ക് പ്രതിഫലം കൂടെ ലഭിക്കുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അത്തൊഹൂറു ശത്റുൽ ഈമാൻ, വിശ്വാസത്തിന്റെ പകുതിയാണ് ശുദ്ധി എന്ന്. മുഴുവൻ അമലുകളുടെയും മുഴുവൻ ആരാധനകളുടെയും
അടിസ്ഥാനം ശുദ്ധിയിലൂടെയാണ്. അതുകൊണ്ടാണ് ആ ശുദ്ധിയെ ഈമാനിന്റെ വിശ്വാസത്തിന്റെ പകുതിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത്. നമുക്കറിയാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകനായി തിരഞ്ഞെടുക്കുന്ന സംഭവം. ഹിറാ ഗുഹയിൽ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവുമായിട്ടുള്ള ഒരു പ്രത്യേക ജ്ഞാനത്തിൽ മുഴുകിയിരിക്കുമ്പോഴാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്. അവിടെ വെച്ചാണ് വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ 5 സൂക്തങ്ങൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ മുതൽ തുടങ്ങുന്ന ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. ഈ സമയത്ത് പരിചിതമല്ലാത്ത ഒരു സംഭവത്തിന് ദൃക്സാക്ഷിയാകേണ്ടി വന്നതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പേടിച്ച് ഭയവിഹ്വലനായി തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് പോകുമ്പോൾ ഹിറാ ഗുഹയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്ന സമയത്ത് ഖദീജ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമാശ്വസിപ്പിക്കലിന്റെ പല വാക്കുകളും പകർന്നു കൊടുക്കുകയും നബി തങ്ങൾക്ക് ഒരു ധൈര്യവും സ്ഥൈര്യവും ഒക്കെ നൽകുന്നതിന് വേണ്ടി വറഖത്ത് ബിൻ നൗഫൽ എന്ന പുരോഹിതന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്ന സംഭവം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതിനുശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഴയ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരാതിരിക്കുന്ന സമയത്താണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുദ്ദസ്സിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിക്കപ്പെടുന്നത്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, നബി തങ്ങൾ അല്ലാഹു വിളിക്കുകയാണ്, അല്ലയോ പുതപ്പ് മൂടിക്കിടക്കുന്ന പ്രവാചകരെ. പരിചിതമല്ലാത്ത കുറച്ച് സംഭവങ്ങൾ നേരിട്ടതിന്റെ പേരിൽ പേടിച്ച് വിറച്ച് വീട്ടിന്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ആ പുതപ്പ് മൂടിക്കിടക്കുന്ന പ്രവാചകരെ, ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. അങ്ങ് ഇനി മുതൽ ഇങ്ങനെ കിടന്നാ പോരാ, ഇനി മുതൽ വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നാ പോരാ, മറിച്ച് അങ്ങ് എഴുന്നേൽക്കുക, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക, ഫഅൻദിർ, എന്നിട്ട് അവർക്ക് ഉത്ബോധനങ്ങൾ പകർന്നു കൊടുക്കുക. എന്താണ് അവർക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കേണ്ടത്? വറബ്ബക ഫകബ്ബിർ, ലോകത്തെ ഏറ്റവും വലിയ സത്യമായ, ലോകത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായ അള്ളാഹുവിനെ ആ ജനങ്ങൾക്ക് മുന്നിൽ, യാതൊന്നും അറിയാത്ത ആ ജനങ്ങൾക്ക് മുന്നിൽ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക. അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നത് എന്ന ഏറ്റവും വലിയ സത്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക. വസിയാബക ഫതഹിർ, ഇത്രയും വലിയ ഉത്തരവാദിത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ചപ്പോ നബി തങ്ങളോട് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കൽ എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ച സമയത്ത് ചേർത്ത് പറഞ്ഞ കാര്യം വസിയാബക ഫതഹിർ. നബി തങ്ങളെ ഈ ഉത്തരവാദിത്വവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ, ജനങ്ങളുടെ അടുക്കലേക്ക് പോകുമ്പോ വസിയാബക ഫതഹിർ, അങ്ങയുടെ വസ്ത്രം ശുദ്ധിയുള്ളതായിരിക്കണം, ശുദ്ധിയോടുകൂടി വൃത്തിയോടുകൂടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം. ഇത്ര പ്രാധാന്യമാണ്, ഈ ഗൗരവമാണ് ഈമാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന്റെ കൂടെ തന്നെ വിശുദ്ധമായ ഖുർആൻ ശരീഅത്ത് വൃത്തിയെ ചേർത്ത് പറഞ്ഞു. വൃത്തിയുള്ളവരായി അവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു, ഒരു വിശ്വാസി തന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണ്. ചില റിവായത്തുകളിൽ കാണാം, ഒരു വിശ്വാസിയായ മനുഷ്യൻ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ശ്രദ്ധ ആ മനുഷ്യന് എങ്ങനെ കിട്ടുന്നുവോ അതുപോലെ അവന്റെ മറ്റു ഒരു ഇബാദത്തിനെയും അള്ളാഹു ശ്രദ്ധിക്കാറില്ല. നമസ്കരിക്കുമ്പം അള്ളാഹുവിന്റെ ശ്രദ്ധ ആ മനുഷ്യന് പരിപൂർണമായി ലഭിക്കാറുണ്ട്. ഇതേ നിലയിൽ തിർമിദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി അസ്സലാ. ഒരു വിശ്വാസിയോട് ഖിയാമത്തിന്റെ ദിവസത്തിൽ ആദ്യം ചോദിക്കപ്പെടുന്നത്, ആദ്യമായി അവനെ വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരം എങ്ങനെ നിർവഹിച്ചു എന്നുള്ള വിഷയത്തിലാണ്. നമസ്കാരത്തെ എങ്ങനെയാണ് നിർവഹിച്ചിരുന്നത്? ഇങ്ങനെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിബന്ധനയാക്കിയത് ശുദ്ധിയുള്ളവരായിരിക്കണം, ശുദ്ധിയോടുകൂടി നമസ്കരിക്കണം എന്നുള്ളതാണ്. നമസ്കരിക്കുന്ന സ്ഥലത്തിൽ ശുദ്ധി ഉണ്ടായിരിക്കണം,
നമസ്കരിക്കുന്ന വ്യക്തി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് ശുദ്ധി ഉണ്ടായിരിക്കണം, നമസ്കരിക്കാൻ നിൽക്കുന്ന ആ വ്യക്തിക്കും ശുദ്ധി ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു അവന്റെ ഇബാദത്തിനെ, അവന്റെ നമസ്കാരം എന്ന ആരാധനയെ സ്വീകരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അവന്റെ ആരാധന അള്ളാഹുവിന് വേണ്ട. ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂർ, ശുദ്ധിയില്ലാത്ത, വുദു ഇല്ലാത്ത നിസ്കാരം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമല്ല, അതിനൊരു പ്രതിഫലവുമില്ല. ഇങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന കർമ്മത്തിന്റെ അടിസ്ഥാനമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വുദുവിനെ ശുദ്ധിയാക്കി, നമസ്കാരത്തിന്റെ അടിസ്ഥാനമായി മാറ്റി എന്നതിലുപരി നമസ്കാരം ശരിയാകാനുള്ള അടിസ്ഥാന നിബന്ധനയാക്കി മാറ്റി എന്നതിലുപരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ആ സമയത്ത് ചെയ്യുന്ന വുദൂവിനും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു വ്യക്തി നല്ല നിലയിൽ വുദൂ ചെയ്യുകയാണ്, നല്ല നിലയിൽ സുന്നത്തുകൾ പൂർത്തിയാക്കി ഫർദായ സ്ഥലങ്ങൾ പരിപൂർണമായി കഴുകി ഒരാൾ വുദൂ ചെയ്യുകയാണെങ്കിൽ ഖറജത് ഖതായാഹു, അവന്റെ പാപങ്ങൾ പുറപ്പെടും, മിൻ ജസദിഹി, അവന്റെ ശരീരത്തിൽ നിന്നും അവൻ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹത്താ മിൻ തഹ്തി അൽഫാരിഹി, എത്രത്തോളം അവന്റെ നഖങ്ങൾക്കിടയിൽ നിന്ന് പോലും പാപങ്ങൾ പൊറുക്കപ്പെടും. അങ്ങനെ അവന് പാപമോചനം ലഭിക്കുന്ന, ഒരു വിശ്വാസിയെ പാപരഹിതനാക്കി മാറ്റുന്ന ഒരു പുണ്യമായ അമലാണ് വുദൂ. ശുദ്ധിയുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ ശരീഅത്ത് പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനെ മാത്രം നാളെ ഖിയാമത്തിൽ ലഭിക്കുന്ന ഒരു പ്രതിഫലത്തെ കുറിച്ച് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്ന ഉമ്മതി യുദ്ഔന യൗമൽ ഖിയാമ ഗുർറൻ മുഹജ്ജിരീന മിൻ ആഥാരിൽ വുദൂ, ഇന്ന ഉമ്മതി, നിശ്ചയം എന്റെ ജനതയെ കൈകാലുകളും മുഖങ്ങളും പ്രകാശിക്കുന്നവരെന്ന് നാളെ ഖിയാമത്തിൽ വിളിക്കപ്പെടും. ഇത്ര വലിയ പ്രതിഫലം ലോകത്തുള്ള മുഴുവൻ സമൂഹവും, നബിതങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരുമുള്ള സമൂഹത്തിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് മാത്രം ലഭിക്കുന്ന പ്രത്യേകത, അവരുടെ കൈകാലുകളും മുഖങ്ങളും പ്രകാശിക്കുന്നവരെന്ന് വിളിക്കപ്പെടും. എങ്ങനെയാണ് അവർക്ക് ഇത് ലഭിക്കുന്നത്? എങ്ങനെയാണ് ഈ ഒരു ഉന്നതമായ പ്രതിഫലത്തിലേക്ക് അവർ എത്തിച്ചേരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, വുദൂ ചെയ്യുന്ന സന്ദർഭത്തിൽ കൈകാലുകളും മുഖങ്ങളും കഴുകുമ്പോൾ അതിന്റെ നിർബന്ധമായ പരിധി ഏതാണോ അതിൽ നിന്നും കുറച്ച് കൂടുതൽ കഴുകുന്നു, അതിൽ നിന്നും കുറച്ച് കൂടുതലായി അവർ കഴുകുന്നു. കൈ കഴുകുമ്പോ മുട്ട് വരെയാണ് മുട്ടുൾപ്പെടെ കഴുകലാണ് നിർബന്ധമായ പരിധിയെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ കയറ്റി കഴുകുന്നു. ഇത്രയും ചെറിയ ഒരു കാര്യത്തിന്റെ പേരിൽ ഈ വലിയ സമൂഹത്തിന്റെ മുന്നിൽ, ലോകത്ത് വന്ന മുഴുവൻ ജനതയ്ക്കും മുന്നിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന് ഒരു പ്രത്യേകമായ സ്ഥാനം, ആ മനുഷ്യർക്ക് പ്രത്യേകമായ ഒരു സ്ഥാനം ലഭിക്കുന്നു. ഇങ്ങനെ മുഴുവൻ ആരാധനാ കാര്യങ്ങളുടെയും അടിസ്ഥാനമാക്കി വൃത്തിയെ പരിഗണിച്ചു മാറ്റി ആ ആരാധനാ കർമ്മങ്ങളുടെ അടിസ്ഥാനമായ ശുദ്ധിയിലൂടെ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്തു. ഇങ്ങനെയാണ് പരിശുദ്ധമായ ശരീഅത്ത് വൃത്തിയെ ദീനിനോട് ചേർത്ത് നിർത്തുന്നത്, ദീനിന്റെ ഭാഗമാക്കി മാറ്റുന്നത്. നമ്മളിവിടെ കേട്ടതുപോലെ ഈമാനികമായ കാര്യങ്ങളിലും വൃത്തിയെ പരിഗണിച്ചു, അതേ നിലയിൽ അമലുകളിലും വൃത്തി അടിസ്ഥാനമാണെന്ന് പഠിപ്പിച്ചു. ശേഷം മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അവൻ പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. വീട്ടിൽ അവന്റെ ഉമ്മയോടും വാപ്പയോടും ഭാര്യയോടും മക്കളോടും ഒക്കെ അവൻ ഇടപഴകുന്നു, സംസാരിക്കുന്നു. പുറത്തിറങ്ങുമ്പോൾ അവന്റെ സഹപ്രവർത്തകരോട്, അവന്റെ കൂട്ടുകാരോട്, അവരുമായി ബന്ധപ്പെട്ട പല ആളുകളോടും സംസാരിക്കേണ്ട, ഇടപഴകേണ്ട ഒരു അവസ്ഥ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ശരീഅത്ത്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് വായ് വൃത്തിയായി സൂക്ഷിക്കാൻ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഖാമ മിനൽ ലൈൽ യശൂസു ഫാഹു ബിസ്സിവാക്, നബി തങ്ങൾ എപ്പം രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലും വായ് വൃത്തിയാക്കുമായിരുന്നു, മിസ്വാക്ക് ഉപയോഗിച്ച് വായ് വൃത്തിയാക്കുമായിരുന്നു. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, ഒരിക്കൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോ നബി തങ്ങൾ മിസ്വാക്ക് ഉപയോഗിച്ച് വായ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അബൂ മൂസ അശ്അരി പറയാണ്, ഒരു പ്രത്യേകതരം ശബ്ദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിസ്വാക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ എനിക്ക് കേൾക്കാൻ സാധിച്ചു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഛർദ്ദിക്കുന്ന അവസ്ഥയിൽ ഒരു കഠിനമായ ശബ്ദം, വല്ലാത്തൊരു ശബ്ദം പലപ്പോഴും പുറപ്പെടാറുണ്ട്. അതേ നിലയിലുള്ള ഒരു ശബ്ദമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിസ്വാക്കിന്റെ വിഷയത്തിൽ കാണിച്ചിരുന്ന അമിതമായ ശ്രദ്ധയുടെ മൂലം അങ്ങനത്തെ ശബ്ദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിസ്വാക്കിന്റെ സമയത്ത് ഉണ്ടാകുമായിരുന്നു. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സ്വലാത്തിൻ, എന്റെ ഉമ്മത്തിന് ഭാരമാകും എന്ന് ഞാൻ ഭയന്നില്ലായിരുന്നെങ്കിൽ, എന്റെ ഉമ്മത്ത് ഞാൻ കൽപ്പിച്ച് അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു ബുദ്ധിമുട്ടിന്റെ നിലയിലേക്ക് പോകുമെന്ന് ഞാൻ ഭയന്നില്ലായിരുന്നെങ്കിൽ ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സ്വലാത്തിൻ, ഓരോരോ നമസ്കാരങ്ങൾക്കും തൊട്ട് മുമ്പ് അവരോട് മിസ്വാക്ക് ചെയ്യാൻ നിർബന്ധമായി ഞാൻ കൽപ്പിക്കുമായിരുന്നു. 5 വക്ത് ഫർദ് നമസ്കാരം എങ്ങനെ നിർബന്ധമായിരുന്നോ അതേപോലെ ഓരോ നമസ്കാരങ്ങൾക്കും മുമ്പ് മിസ്വാക്ക് ചെയ്യാൻ, വായ വൃത്തിയാക്കുവാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന്. മിസ്വാക്ക് ചെയ്യലിന്റെ, വായ വൃത്തിയാക്കുന്നതിന്റെ പ്രാധാന്യത വിവരിച്ചുകൊണ്ട് ഫുഖഹാക്കൾ ചില മസ്അലകൾ പറയുമ്പോൾ അത് പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഇമാം ഖതീബ് ശിർബീനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ പ്രസിദ്ധമായ മുഗ്നിൽ മുഹ്താജ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഒരു വിശ്വാസിയായ മനുഷ്യൻ ഓരോ വുളു ചെയ്യുമ്പോഴും മിസ്വാക്ക് ചെയ്യണം. 5 വക്ത് നമസ്കാരങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനുവദനീയം എന്തെങ്കിലും ഇബാദത്തുകൾക്ക് വേണ്ടി വുളു ചെയ്യുകയാണ്, ആ ഓരോ സന്ദർഭത്തിലും ആ വുളുവിൽ അവൻ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. അതിനുശേഷം തുടർന്ന് എഴുതുന്നു, ഓരോ നമസ്കാരങ്ങൾക്ക് വേണ്ടിയും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. 5 വക്തുള്ള നമസ്കാരത്തിൽ സുബഹി നമസ്കാരത്തിന് വേണ്ടി ഒരാൾ വുളു ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ അവൻ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. ആ സുബഹിയുടെ വുളുവിൽ മിസ്വാക്ക് ചെയ്തതിനു ശേഷം സുബഹി നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, സുബഹി നമസ്കാരം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരിക്കൽ കൂടെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. സുബഹിയുടെ വുളുവിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ അവന്റെ വായിക്കൊരു മാറ്റം വന്നില്ല എങ്കിലും, അല്ലെങ്കിൽ അവന്റെ വായി വ്യത്യാസമായി ദുർഗന്ധമോ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായില്ല എങ്കിലും, ഓരോ നിസ്കാരത്തിനും ആ നിസ്കാരങ്ങളുടെ വുളുവിന് വേണ്ടിയും പ്രത്യേകമായി മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. മിസ്വാക്കിന്റെ, വായി വൃത്തിയാക്കി വെക്കുന്നതിന്റെ മഹത്വം, അതിന്റെ ഗൗരവം ഉമ്മത്തിനെ ഫുഖഹാക്കൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്. നമസ്കാരം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. നമസ്കാരത്തെ ഖുശൂഓടുകൂടിയും ഭയഭക്തിയോടുകൂടിയും നമസ്കരിക്കാൻ വേണ്ടി പല നിർദ്ദേശങ്ങളും മഹാന്മാര് പറയുന്നു. അവിടെയൊക്കെ അവർ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അനക്കമടക്കങ്ങളിൽ ശ്രദ്ധിക്കുക. അമിതമായ ശരീരം അനക്കിക്കൊണ്ട് ഒരു അശ്രദ്ധയുടെ കോലത്തിലാകുന്ന നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്നൊക്കെ പല മഹാന്മാരും പറയുമ്പോൾ, ഇമാം ഖതീബ് ശിർബീനി അടക്കമുള്ള ഫുഖഹാക്കൾ എഴുതുന്നു, ഒരാൾ ഒരു നമസ്കാരത്തിന് തൊട്ട് മുമ്പ് സുന്നത്തായ മിസ്വാക്കിനെ മനഃപൂർവ്വമല്ലാതെ ഉപേക്ഷിച്ചത്, മറന്നതിന്റെ പേരിൽ മിസ്വാക്കിനെ നഷ്ടപ്പെടുത്തി. നമസ്കാരം തുടങ്ങി നമസ്കാരത്തിന്റെ ഇടയിൽ വെച്ച് മിസ്വാക്ക് ചെയ്തില്ലല്ലോ എന്നുള്ള കാര്യം അയാൾക്ക് ഓർമ്മ വരികയാണ്. മിസ്വാക്ക് ചെയ്തില്ലല്ലോ എന്ന് അയാൾ ഓർക്കുകയാണെങ്കിൽ, ഇത്രയേറെ കൈകളെ നിയന്ത്രിക്കാൻ, കാലുകളെ നിയന്ത്രിക്കാൻ, അടക്കങ്ങളെ നിയന്ത്രിക്കാൻ പറഞ്ഞ നമസ്കാരത്തിൽ പോലും നമസ്കാരത്തെ ബാത്തിലാക്കാത്ത ചെറിയ അനക്കങ്ങൾ കൊണ്ട് ആ മിസ്വാക്ക് നമസ്കാരത്തിന്റെ ഉള്ളിൽ തന്നെ ചെയ്യണമെന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുകയാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ വളരെ വ്യക്തമായി എഴുതുകയാണ്. ഇത്രയും സ്ഥാനമാണ്, ഇത്ര വലിയ ഗൗരവം അർഹിക്കുന്ന സ്ഥാനമാണ് പരിശുദ്ധമായ ശരീഅത്തിൽ, പരിശുദ്ധമായ ദീനിൽ വൃത്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്നത്. ഈ മുഴുവൻ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുമ്പോൾ, വൃത്തിയുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുമ്പോൾ അവന് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തൃപ്തിയും പൊരുത്തവും ഇഷ്ടവും സാമീപ്യവും ഒക്കെ നേടിയെടുക്കുന്ന അവസ്ഥയിലേക്ക് അവൻ മാറും. ഈ ശാരീരിക ശുദ്ധി ഉണ്ടാകുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരു കാര്യം കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ ശാരീരിക ശുദ്ധിയോടൊപ്പം ആന്തരികമായ ശുദ്ധിയും അവനിൽ ഉണ്ടായിരിക്കണം.
ശുദ്ധിയോടുകൂടി ജീവിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ കോട്ടം വരുത്തുന്നു. അതെന്തെങ്കിലും ചെറിയ കാര്യം കൊണ്ടാണെങ്കിലും ശരി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, അത്തദറൂന മനിൽ മുഫ്ലിസ്, അല്ലയോ സഹാബ, പാപ്പരാരാണ്, ഒന്നുമില്ലാത്ത ആൾ ആരാണ് എന്ന് ചോദിച്ചു. സഹാബാക്കൾ പറഞ്ഞു, സമ്പത്തും അതേ നിലയിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ലോകത്ത് ജീവിക്കുന്ന ഒരാളെ കുറിച്ച് പാപ്പരൊന്നുമില്ലാത്തവരെന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തു, അത് ദുനിയാവിലെ പാപ്പരാണ്. ഞാൻ പറയുന്നത് ആഖിറത്തിലെ പാപ്പരെ കുറിച്ചാണ്. എല്ലാ നന്മകളും ലോകത്ത് ചെയ്തു, നമസ്കരിച്ചു, നോമ്പ് പിടിച്ചു, കൃത്യമായ നിലയിൽ സകാത്ത് കൊടുത്തു, ഹജ്ജ് കൊടുത്തു, വിശുദ്ധമായ ദീനിന്റെ അധ്യാപനങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുഴുവൻ കർമ്മങ്ങളും പ്രവർത്തിച്ചതിന് ശേഷവും നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, ഒരു വിഭാഗം മനുഷ്യരുണ്ട്. അവരെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. സ്വഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് പ്രവാചകരെ ഇത്രയൊക്കെ ചെയ്തിട്ടും നാളെ ആഖിറത്തിൽ ഖിയാമത്തിൽ അവർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. നബി തങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തു, അവര് മനുഷ്യരുടെ അഭിമാനത്തെ പിച്ച് ചീന്തുന്നവരാണ്. മനുഷ്യരെ, വിശ്വാസികളായ ജനങ്ങളെ പല രീതിയിൽ കൈകൊണ്ടും നാവുകൊണ്ടും അല്ലാതെയും ഒക്കെ ഉപദ്രവിച്ചിരിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് അവരെന്തൊക്കെ അമലുകൾ ചെയ്താലും നാളെ ആഖിറത്തിൽ രക്ഷയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇമാം റാസി തന്റെ തഫ്സീറിൽ പറയുന്ന ഒരു കാര്യം മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ സംസാരത്തെ അവസാനിപ്പിക്കുകയാണ്. ശാരീരികമായ ശുദ്ധി പരിശുദ്ധ ദീനിന്റെ അധ്യാപനമാണ്. അങ്ങനെ കഴിയാൻ തന്നെയാണ് നബിതങ്ങളും അള്ളാഹുവും എല്ലാം പറയുന്നത്. അതിനോടൊപ്പം ഈ ശുദ്ധി എല്ലാം പ്രയോജനമുണ്ടായി തീരാൻ ആന്തരികമായ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം കൂടി നന്നാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മുഴുവൻ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ.